ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പുതുശ്ശേരി ഉത്സവത്തിന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വെച്ചു. നമ്മൾ ഇന്നലെ വൈകിട്ട്, അതായത് ഡേറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23-ാം തീയതി 23/2/2026 ഫെബ്രുവരി മാസം. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ് നമ്മുടെ പറമ്പ്, അതായത് ഹൈവേയുടെ സൈഡിലാണ് നമ്മുടെ പുതുശ്ശേരി ദേവീക്ഷേത്രം ഉള്ളത്. കാളി രൂപത്തിലുള്ള ദേവിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ അമ്മയുടെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളൊരു ഉത്സവമാണ് പുതുശ്ശേരി വെടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇവിടെ പാലക്കാട് അങ്ങനെ പറയുക, പുതുശ്ശേരി ഭരണി നാളിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈഡിലൊക്കെ നിറയെ കടകളുണ്ട്. അത് ഹൈവേയുടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എന്താ പറയുക, വലിയ വണ്ടികൾ, ലോറികൾ, ബസ്സുകൾ എല്ലാം പോകുന്നുണ്ട്. രണ്ട് സൈഡിൽ കൈവഴി കൂടിയാണ് ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 ആന ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആനയൊക്കെ പേടിയതുകൊണ്ട് ഞാൻ ആനയില്ലാത്ത ഭാഗത്ത് കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ ആന വരുന്നേക്കാൾ മുമ്പ് ഞങ്ങൾ ഫ്രണ്ടിൽ നടന്നു കേട്ടോ. അപ്പം ഹസ്ബൻഡും മോനാണ് നേരത്തെ പോകുന്നുണ്ട് ഫ്രണ്ടിൽ. അവർക്ക് വീഡിയോ എടുക്കണതിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു വീഡിയോ എടുത്തതും കാര്യങ്ങളൊക്കെ. എനിക്ക് എന്തായാലും വീഡിയോ എടുത്ത് ഞങ്ങളെ കാണിക്കുന്നത് കാണും. പന്തലൊക്കെ കാണാൻ നല്ല രസമാണ്, കണ്ടില്ലേ, നല്ല രസമായിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ പന്തലിപ്പോൾ നല്ല ഭംഗിയിൽ കളർഫുള്ളായിട്ട്. എന്നിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ നിറയെ കടകളുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ പോകുന്ന വഴിയിൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി. അമ്പലത്തേക്ക് കിടക്കാം കേട്ടോ. അമ്പലത്തിൻ്റെ അമ്പലമാണ്, നന്നായിട്ട് അലങ്കരിച്ചിട്ട് വേണ്ട. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ്. അതിനിടയ്ക്കൂടെ ഞാനിങ്ങനെയൊക്കെയോ വീഡിയോ എടുത്താണ് തനിയെ തന്നെ എടുത്ത് ഫുള്ളായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഭാഗങ്ങളോ കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോയി. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, തിരക്ക് എല്ലാം ഉണ്ട്. ഇതാണ് ക്യൂ കേട്ടോ. അമ്പലത്തിനുള്ളിലോ തൊഴണമെങ്കിൽ ഇത്രയും ക്യൂ നിൽക്കണം. ഞങ്ങൾ ക്യൂ നിൽക്കാൻ നിന്നില്ല, ഞങ്ങൾ പുറത്ത് നിന്നാണ് തൊഴുതത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സംഭവം ഉണ്ട് കേട്ടോ, ഉപ്പ്. ഈ ഉപ്പ് വാരിയിടൽ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ കമ്പം കത്തിക്കും. ഈ കമ്പം കത്തിച്ചതിൻ്റെ അവിടെയാണ് ഈ ഉപ്പ് ഇങ്ങനെ ആൾക്കാർ കൂട്ടി ഇടുന്നത്. നമ്മുടെ നെഗറ്റീവ് എനർജി, ഞാനും വാരിയിട്ടു കേട്ടോ കുറച്ച്. നെഗറ്റീവ് എനർജി പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു. ഇതാണ്ട് അവിടെയൊക്കെ വിളക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് പോയില്ല, പുറത്ത് നടക്ക് ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് തൊഴുതിട്ടോ. അപ്പോൾ അവിടെ വിളക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഉള്ളിൽ വിളക്ക് കാണുന്നുണ്ടോ? അതാണ്, അവിടെയാണ് അമ്മയുള്ളത് കേട്ടോ. നല്ല ശക്തിയുള്ള അമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അമ്മയുടെ അടുത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് തൊഴാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി തൊഴുത് ഇനി ജസ്റ്റ് ഒന്ന് എല്ലാവരെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ശിവൻ്റെ അമ്പലമുണ്ട്. ശിവൻ്റെ അമ്പലത്തിൻ്റെ ചുറ്റമ്പലമൊക്കെ ഇപ്പോൾ നന്നായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവിടെ ശിവൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതാ ചുറ്റമ്പലമൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പുരോഗമനം വരുന്നുണ്ട് അമ്പലത്തിൽ, ശിവൻ്റെ അമ്പലത്തിൻ്റെ കൂടി. ദേവിയുടെ ഉപപ്രതിഷ്ഠയായിട്ടാണ് ശിവൻ്റെ അമ്പലം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ നല്ല രീതിയിൽ ചന്ദ്രൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ. അതാ കണ്ടോ, ഫുള്ള് കടകളാണ്. ഞാൻ കാര്യമായിട്ടൊന്ന് മേടിച്ചതാണ് കണ്ടോ, കമ്മലിൻ്റെ കടയാണ് കേട്ടോ ഫുള്ളായിട്ട്. ഞാനൊന്നും വാങ്ങിച്ചില്ല, അതിൽ ഉണ്ട് കുറച്ച് കമ്മലൊക്കെ, പിന്നെ ഒന്നും വാങ്ങിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ കമ്മലൊക്കെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു. അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതാണ്ടോ, അങ്ങനെ എന്തായാലും ഞാൻ കണ്ടതൊക്കെ നിങ്ങളെയും കാണിക്കുന്നു. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഒരു കാളം വാങ്ങിച്ചു കഴിക്കാനായിട്ട്, ചൂടായിട്ട്. എനിക്ക് ഐസ്ക്രീം വേണ്ട, കാളം മതി തൊട്ടേ കാളം വാങ്ങിച്ചു. മോനിതാ അതിൽ റൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അവന് ഈ മീൻ ഇട്ട് വെക്കണം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ട് വെക്കുക. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അവസാനം പിന്നെ ആൾ പോയിട്ടൊരു ഇത് ഇട്ടപ്പോൾ നേരെ ആ ഭരണിയിൽ പോയിട്ട് വീണിട്ടൊരു ഭരണി കിട്ടും കേട്ടോ. അപ്പോൾ ആൾ രണ്ടാമത്തെ ഒരു റിങ് ഇടും. ഇപ്പോൾ മോനിട്ടിപ്പോൾ ഒന്നും കിട്ടിയില്ല. ആൾ പോയിട്ടൊരിതാ ആ റിങ് അതിൽ പോയി വീണ ഒരു ഭരണി കിട്ടും കേട്ടോ. ആ ഭരണി കിട്ടി ഞങ്ങൾക്ക്, ബ്ലൂ കളറുള്ള ഭരണി കിട്ടി. അതുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ആൾക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്.
ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നിട്ട് അവൻ ഭരണിയൊക്കെ പിടിച്ച് കളിക്കുകയാണ്. അവനിങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഗോഷ്ടികളൊക്കെ കാണിക്കും. അവർക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് അവർ മറ്റേ കോണില്ലേ അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് തണുപ്പ് അധികം പറ്റാത്തതുകൊണ്ട് ഞാനധികം ഐസ്ക്രീം വാങ്ങിച്ചില്ല. ഞാൻ കാളം മാത്രമേ കഴിച്ചുള്ളൂ. അവർ രണ്ടുപേരും അത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോൾ അതെടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അവനെങ്ങനെ കാണിക്കുന്നു, ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീം. ഞാനൊരു പൊട്ട് കടിച്ച് നോക്കും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം. അവനെങ്ങനെയൊക്കെ ഓരോന്നും ചെയ്തുകൊണ്ട് ഇതായി കുറച്ച് കുറുമ്പ് കൂടുതലായതുകൊണ്ട് കോഷ്ടിയൊക്കെ കാണിക്കും. ഞാനങ്ങനെ സെൽഫി എടുത്തിട്ട് നടക്കുക. എനിക്ക് കൂടുതലായിട്ടും ക്യാമറയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതെ, അപ്പോൾ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം നടന്നു പോകുന്ന വഴിയിലുണ്ട് കേട്ടോ. അതൊന്നും എടുത്തതാണ്. ഇതാ പൊരി, അലുവക്കടയാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. ഇതേ ഹൈവേയിലെത്തിയിട്ടോ. ഹൈവേയിൽ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഹൈവേ ഓപ്പോസിറ്റ് കിടന്നിട്ട് ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ആ ഹൈവേയുടെ തൊട്ടപ്പുറത്ത് കൂടെയുള്ള വഴി കൂടെ പോവുക. അപ്പോൾ അങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കടന്ന് നിന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം പൂരമൊക്കെ കണ്ടു. ഇതാ ചേട്ടൻ കടല കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വണ്ടികൾ കണ്ടോ? പക്ഷെ നമുക്ക് സമാധാനത്തോടെ നിന്ന് കാണാൻ പറ്റില്ല. കാരണം ഫുള്ള് ഹൈവേയുടെ അപ്പുറത്തും ഇപ്പുറത്ത് ഹൈവേയുടെ സൈഡിലാണ് അമ്പലം ഉള്ളത്. അതായത് നമ്മുടെ വാളയാർ പോകുന്ന മെയിൻ ഹൈവേയുടെ സൈഡിലാണ് ഈ പുതുശ്ശേരി ടെമ്പിൾ ഉള്ളത്. കഞ്ചിക്കോട് വഴി വാളയാറിൽ നിന്നൊക്കെ ഒരുപാട് ലോറികളൊക്കെ രാത്രി സമയത്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ച് നിൽക്കണം. ഞങ്ങൾ എന്നിട്ട് ഹൈവേയുടെ സെൻറ്ററിലുള്ള ഇതിലൊക്കെയാണ് കയറി നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല രീതിയിലുള്ള DJ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. DJ ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മോൻ അതിൻ്റെ അടുത്തേക്ക് വേണം വേണ്ടിയിട്ട് കുറേ വാശി പിടിച്ചു. ഞങ്ങൾ പിന്നെ ആനയൊക്കെ വരുന്ന വഴിയായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഇപ്പുറത്ത് നിന്നിട്ടാണ് കാണിച്ചു കൊടുത്തത്. അവന് ആന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ആനകളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ഇത് മാറുന്നത് എപ്പോഴാണെന്ന് അറിയില്ല, അതുകൊണ്ട് പോയില്ല. കണ്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കാണ്. ലൈറ്റിങ് കാര്യങ്ങളെല്ലാം ആയിട്ട് സൂപ്പറായിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വീഡിയോ എടുക്കണ്ടാകുമ്പോൾ എന്നെ ചെയ്തോന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ലോറികളൊക്കെ വണ്ടികളുടെ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കറക്റ്റ് വ്യൂ കിട്ടില്ല. എന്നാലും